PSC പോസിറ്റീവ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരാഫെഡ് അസിസ്റ്റന്റ്, അപ്പെക്സ് സൊസൈറ്റീസ് LDC തുടങ്ങിയ ഏപ്രിൽ 23 നടക്കാനിരിക്കുന്ന എക്സാമിന്റെ സിലബസിലെ 7ാമത്തെ മൊഡ്യൂളിലെ നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, ഇൻക്ലൂഡിംഗ് വാംനികോം, NCCT, ICM എക്സെട്ര. കേരളത്തിലും നാഷണൽ ലെവലിലും വരുന്ന കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ 2 ടോപ്പിക്കുകളിൽ നിന്നും വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത് നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുവരെയുള്ള സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടി കേരാഫെഡ് അസിസ്റ്റന്റ്, അപ്പെക്സ് സൊസൈറ്റീസ് LDC എന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. നമുക്കറിയാം, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ആയത് 4 സ്റ്റേജുകളിലൂടെയാണ്. 4 സ്റ്റേജിലും ഉണ്ടായിരുന്ന ഒരു പ്രിൻസിപ്പിളാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നത്. ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവായ സർ ഫ്രെഡറിക് നിക്കോൾസൻ്റെ പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ക്രിയേറ്റ് കോപ്പറേറ്റീവ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ്. സഹകരണം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപേ സഹകാരികളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഫ്രെഡറിക് നിക്കോൾസൻ്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്. അദ്ദേഹം ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്തിരുന്നു. 1914 ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട മക്ലഗാൻ കമ്മിറ്റിയും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്തിരുന്നു. കൂടാതെ മാൽക്കം ഡാർലിംഗ് കമ്മിറ്റി ഓൾസോ റെക്കമെൻഡഡ് ദ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. In 1960, India government set up a committee to study on cooperative training and education programs in India under the chairmanship of SD മിശ്ര. SD മിശ്രയെ ചെയർമാൻ ആക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു 1960 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. എന്തിനു വേണ്ടി? ടു സ്റ്റഡി ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. SD മിശ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളായിരുന്നു: സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഷുഡ് ബി റീപ്ലേസ്ഡ് ടു നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങിനും വേണ്ടിയുള്ള സെൻട്രൽ കമ്മിറ്റി റീപ്ലേസ് ചെയ്ത് നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആക്കി മാറ്റണം. അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ട്രാൻസ്ഫേർഡ് ടു ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. അതാത് സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ട്രാൻസ്ഫർ ചെയ്യണം. കോപ്പറേഷൻ ഷുഡ് ബി മെയ്ഡ് ആൻ ഓപ്ഷണൽ സബ്ജക്റ്റ് ഫോർ ഗ്രാജുവേഷൻ ആൻഡ് PG കോഴ്സസ്. PG കോഴ്സസിനും അതുപോലെ ഗ്രാജുവേഷനും ഒക്കെ കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആക്കി മാറ്റണം. ഈ കാര്യങ്ങളെല്ലാം SD മിശ്ര കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ വരുന്നതാണ്. മറ്റൊരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു ഇന്ത്യ ഗവൺമെൻറ്. അത് സ്വാമിനാഥൻ കമ്മിറ്റി ആയിരുന്നു. 1973 MS സ്വാമിനാഥനെ ചെയർമാൻ ആക്കിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്തത് വിത്ത് കൺസൾട്ടേഷൻ ഓഫ് NCUI. സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ബി സെപ്പറേറ്റഡ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും കോപ്പറേറ്റീവ് ട്രെയിനിങ് പ്രോഗ്രാംസും എന്താണ്? രണ്ടും സെപ്പറേറ്റ് ചെയ്യണം. നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ NCCT. നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സെൻറ്റർ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സെൻറ്ററിനുള്ള നാഷണൽ ബോർഡ് റീപ്ലേസ് ചെയ്ത് NCCT ആക്കി മാറ്റണം. NCCT മീൻസ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. അങ്ങനെ NCCT റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് MS സ്വാമിനാഥൻ കമ്മിറ്റി. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നു NCCT. NCCT മീൻസ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. NCCT എസ്റ്റാബ്ലിഷ് ചെയ്തത് 1976 ജൂലൈയിലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. NCCT എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1976, ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹി. NCCT എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് സൊസൈറ്റിയാണ്. ഇറ്റ് പ്രൊമോട്ടഡ് ബൈ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഫാമേഴ്സ് വെൽഫെയർ.
NCCT എസ്റ്റാബ്ലിഷ് ചെയ്തത് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് സ്വാമിനാഥൻ കമ്മിറ്റി 1973. 1973 സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് 1976 നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റർ അഥവാ NCCT എസ്റ്റാബ്ലിഷ് ചെയ്തത്. NCCTയുടെ ചെയർമാൻ NCUIയുടെ പ്രസിഡൻ്റാണ്. NCCT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് NCUI ആണ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ദ NCCT വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ NCUI വിത്ത് ദ അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ചെയർമാൻ ഓഫ് NCCT ഈസ് ദ പ്രസിഡന്റ് ഓഫ് NCUI. NCUIയുടെ പ്രസിഡൻ്റാണ് NCCTയുടെ ചെയർമാൻ. The overall in charge of planning and coordination of the entire cooperative training program in the country is entrusted with the NCCT. NCCT is registered as Autonomous Society under the Societies Registration Act 1860. 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണ് NCCT ഒരു ഓട്ടോണമസ് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തത്. NCCT രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. NCCT എസ്റ്റാബ്ലിഷ് ചെയ്തത് 5ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 5th 5-year പ്ലാനിലാണ് NCCT എസ്റ്റാബ്ലിഷ് ചെയ്തത്. NCCTയുടെ ആദ്യത്തെ ചെയർമാനാണ് DG കാർവെ. NCCT ഈസ് ഹാവിംഗ് 3-tier സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. NCCT കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് 3-tier സ്ട്രക്ചറിലാണ്. വാംനികോം അറ്റ് ദ അപ്പെക്സ് ലെവൽ, ICM അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് അറ്റ് ദ മിഡിൽ ലെവൽ, സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റർ ഓർ ജൂനിയർ ട്രെയിനിങ് സെൻറ്റർ അറ്റ് ദ ലോവർ ലെവൽ. അപ്പം 3-tier സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ് NCCT പ്രൊവൈഡ് ചെയ്യുന്നത്. വാംനികോം അറ്റ് ദ അപ്പെക്സ് ലെവൽ, ICM അറ്റ് ദ മിഡിൽ ലെവൽ, സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റർ ഓർ ജൂനിയർ ട്രെയിനിങ് സെൻറ്റർ അറ്റ് ലോവർ ലെവൽ. വാംനികോമിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. വൈകുണ്ഠ് മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ആണ് വാംനികോം എന്നറിയപ്പെടുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1967 ഏപ്രിലാണ്. വാംനികോം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1967. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് വാംനികോം പൂനെയാണ്. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് വാംനികോമിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. സരയ്യ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്ലാനിംഗ് റെക്കമെൻഡഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ആൻഡ് സെൻട്രൽ ലെവൽ. സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലുമുള്ള കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് സരയ്യ കമ്മിറ്റി. വാംനികോം ഈസ് ദ അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ അപ്പെക്സ് ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് വാംനികോം എന്ന് പറയുന്നത്. വാംനികോം അഫിലിയേറ്റഡ് ടു പൂനെ യൂണിവേഴ്സിറ്റി. Vamnicom started a cooperative college in India in 1947. The highest cooperative degree given by Vamnicom is DCBM. Vamnicom is known as Intellectual Nerve Center of Cooperative Movement. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഇൻ്റലക്ച്വൽ നെർവ് സെൻറ്റർ എന്നറിയപ്പെടുന്നത് വാംനികോം ആണ്. കോപ്പറേറ്റീവ് പേഴ്സ്പെക്റ്റീവ് ഈസ് എ പബ്ലിക്കേഷൻ ഓഫ് വാംനികോം. വാംനികോമിൻ്റെ ഒരു ക്വാർട്ടർലി ജേണലാണ്, പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് പേഴ്സ്പെക്റ്റീവ്. അപ്പെക്സ് ലെവൽ ഓർഗനൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വാംനികോമാണ്. അടുത്തത് 2ാമത്തെ മിഡിൽ ലെവലിലുള്ള ICM, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. ഇത് കൺട്രോൾ ചെയ്യുന്നത് NCCT ആണ്. മിഡിൽ ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കോപ്പറേഷൻ ഇൻ ദ കൺട്രി. അപ്പെക്സ് ലെവലിലുള്ളത് നമ്മൾ പറഞ്ഞു വാംനികോം, മിഡിൽ ലെവലിലുള്ളതാണ് ICM. നിലവിൽ 191 കൂടുതൽ ICMs ഉണ്ട്. അതിൽ 2 ഉള്ളത് കേരളത്തിലാണ്. ഒന്ന് തിരുവനന്തപുരത്തും മറ്റേത് കണ്ണൂരും. സ്പെഷ്യൽ കോഴ്സസ് ഓൺ കോപ്പറേറ്റീവ് ബാങ്കിങ്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്, കൺസ്യൂമർ, ഇൻഡസ്ട്രിയൽ, ഹാൻഡ്ലൂം, കയർ, ഡയറി ആൻഡ് ഫിഷറീസ് എക്സെട്ര. ഈ മേഖലകളിലെല്ലാം ICMs കോപ്പറേറ്റീവ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. 3ാമത്തേത് അല്ലെങ്കിൽ ലോവർ ലെവലിലുള്ളതാണ് സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റർ അല്ലെങ്കിൽ ജൂനിയർ ട്രെയിനിങ് സെൻറ്റർ. ലോവസ്റ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെറ്റപ്പ് ഇൻ ഇന്ത്യ provided to lower level personnel of cooperative departments administered by respective state cooperative unions, but curriculum and policy decided by NCCT.
നിലവിൽ 93 കൂടുതൽ സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിൽ 9 സെൻറ്ററുകളാണുള്ളത്. അപ്പം NCCT എന്താണെന്ന് പഠിച്ചു. NCCTയുടെ 3 ടയർ സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് പഠിച്ചു. വാംനികോം, ICM, സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റർ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് NCCE, നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. NCCE എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1958. ഇത് കൺട്രോൾ ചെയ്യുന്നത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് NCCE ഈസ് അറ്റ് ന്യൂഡൽഹി. NCCE വാസ് ഫോമർലി നോൺ ആസ് ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനിങ് സെൻറ്റർ. ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനിങ് സെൻ്ററാണ് പിന്നീട് NCCE, നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനായി മാറിയത്. ഇത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ്, NCUI. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, NCUI. NCUI മാത്രമല്ല NCCT, വാംനികോം എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. NCUI വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1929. 1929 NCUI എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. NCUIയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഹോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യ ഒട്ടാകെ. നാഷണൽ ലെവൽ സ്പോക്സ്മാൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. നമുക്കറിയാം കേരളത്തിലെ അപ്പെക്സ് ലെവൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. അതുപോലെ തന്നെയാണ് നാഷണൽ ലെവലിലുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഒരു സ്പോക്സ്മാൻ എന്ന് പറയുന്നത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയനാണ്. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ഈസ് രജിസ്റ്റേർഡ് അണ്ടർ മൾട്ടി യൂണിറ്റ് ആക്ട് ഓഫ് 1942. 1942 മൾട്ടി യൂണിറ്റ് ആക്ട് പ്രകാരമാണ് NCUI രജിസ്റ്റർ ചെയ്തത്. നമ്മൾ നേരത്തെ പഠിച്ചു NCCT രജിസ്റ്റർ ചെയ്തത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരമാണ്. NCUI രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1942 മൾട്ടി യൂണിറ്റ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അടുത്തത്, ദ ഫോർമേഷൻ ഓഫ് NCUI ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗോർഹെൻ കമ്മിറ്റി റിപ്പോർട്ട്. ഗോർഹെൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് NCUI ഫോം ചെയ്തത്. ഇതിൻ്റെ പഴയ പേര് എന്ന് പറയുന്നത് ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയൻ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് യൂണിയൻ. ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയൻ, ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് യൂണിയൻ, ഇത് രണ്ടും നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ പഴയ പേരുകളാണ്. All the training and educational programs on cooperation are being guided and controlled by NCUI. എല്ലാ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഗൈഡ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും NCUI ആണ്. ദ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് NCUI കൺസിസ്റ്റ് ഓഫ് 3 ടയർ സ്ട്രക്ചർ: ജനറൽ ബോഡി, ഗവേണിംഗ് കൗൺസിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി. NCUIയുടെ അഡ്മിനിസ്ട്രേഷൻ 3 ടയർ സ്ട്രക്ചറാണ്: ജനറൽ ബോഡി, ഗവേണിംഗ് കൗൺസിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ടേം ഓഫ് ജനറൽ ബോഡി എന്ന് പറയുന്നത് 3 years ആണ്. NCUIയുടെ അൾട്ടിമേറ്റ് അതോറിറ്റി ജനറൽ ബോഡിയാണ്. ഫസ്റ്റ് സെക്രട്ടറി പ്രൊഫസർ HL ഹാജി, ഫസ്റ്റ് പ്രസിഡന്റ് ശ്രീ ലല്ലുഭായ് സമൽദാസ് ഗുപ്ത. അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് പ്രസിഡന്റാണ്. NCUIയുടെ ആദ്യത്തെ പ്രസിഡന്റ് ശ്രീ ലല്ലുഭായ് സമൽദാസ് ഗുപ്ത, ഫസ്റ്റ് സെക്രട്ടറി പ്രൊഫസർ HL ഹാജി. നാഷണൽ ലെവൽ അപ്പെക്സ് ബോഡി ഇൻ ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് NCUI. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത് NCUI ആണ്. നമ്മൾ പഠിച്ചതാണ്. കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ICA ആണ്. കോപ്പറേറ്റീവ് വീക്ക്, സഹകരണ വാരം സെലിബ്രേറ്റ് ചെയ്യുന്നത് NCUI. NCCT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് NCUI ആണ്. NCUIയുടെ മന്ത്ലി പബ്ലിക്കേഷനാണ് ദ കോപ്പറേറ്റർ. ദ കോപ്പറേറ്റർ എന്നത് NCUIയുടെ മന്ത്ലി പബ്ലിക്കേഷനാണ്. ക്വാർട്ടർലി പബ്ലിക്കേഷനാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ. ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ എന്നത് NCUIയുടെ ക്വാർട്ടർലി പബ്ലിക്കേഷനാണ്. ഈ NCUIക്ക് ഒരു ലോഗോ ഉണ്ട്. അത് 3 ഹാൻഡ് വരുന്നതാണ്. ആ 3 ഹാൻഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പീസ്, പ്രോഗ്രസ് ആൻഡ് പ്രോസ്പിരിറ്റി ആണ്. എല്ലാ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും സ്റ്റേറ്റ് ലെവൽ ആൻഡ് നാഷണൽ ലെവൽ ഫെഡറേഷൻസും ഇന്ത്യ ഗവൺമെൻറ്റും RBIയുമാണ് NCUIയുടെ മെമ്പേഴ്സായിട്ട് വരുന്നത്. മെമ്പേഴ്സ് ഓഫ് NCUI ഓൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസ്, സ്റ്റേറ്റ് ലെവൽ ആൻഡ് നാഷണൽ ലെവൽ ഫെഡറേഷൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് RBI.
NCUIയുടെ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്നത് ഗവേണിംഗ് കൗൺസിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമാണ്. ഗവേണിംഗ് കൗൺസിലിൽ 24 മെമ്പേഴ്സ് ഉണ്ട്. ദ ഗവേണിംഗ് കൗൺസിൽ ഓഫ് NCUI കൺസിസ്റ്റ് ഓഫ് 24 മെമ്പേഴ്സ്. സുപ്രീം മോട്ടോ ഓഫ് NCUI ടു മേക്ക് ദ വോയിസ് ഓഫ് കോർപ്പറേഷൻ ആസ് സ്ട്രോങ് ആസ് എവർ. ടു മേക്ക് ദ വോയിസ് ഓഫ് കോർപ്പറേഷൻ ആസ് സ്ട്രോങ് ആസ് എവർ എന്നത് NCUIയുടെ സുപ്രീം മോട്ടോ ആണ്. The annual general meeting of the union shall be held within 6 months of close of the cooperative year. ഒരു കോപ്പറേറ്റീവ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ NCUIയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടണം. ഇതൊക്കെയാണ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ NCUIനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിൽ വരുന്നത് NCCT, വാംനികോം, ICM, NCCE, NCUI എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്